AIADMK നേതൃത്വം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജയലളിതയുടെ സഹോദരി പുത്രി ദീപയാണ് പ്രതിഷേധവുമായി എത്തിയത്. ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണ് എന്ന് ദീപ. ശശികല നേതൃത്വം ഏറ്റെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും ദീപ പറഞ്ഞു. ഇപ്പോൾ ന്യൂസ് റൂമിൽ നിന്ന് സിബി ചേരുന്നു. സിബി, ഈ നിയമപരമായ പിന്തുടർച്ച അവകാശം അടക്കം താൻ ഉപയോഗിക്കും എന്ന സൂചന നിലവിൽ ദീപ നൽകുന്നുണ്ടോ? നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. വലിയ പൊട്ടിത്തെറിയിലേക്കാണോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? അരുൺ, തീർച്ചയായും അണ്ണാ DMKയിൽ ജയലളിതയുടെ മരണത്തിന് ശേഷം ആ നേതൃത്വം ആരെ ഏറ്റെടുക്കുമെന്ന് സംബന്ധിച്ച വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ജയലളിത കുടുംബത്തിൽ നിന്ന് ജയലളിതയുടെ സഹോദര പുത്രിയായ ദീപ ജയകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്കാണ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ദീപ ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ശശികല നേതൃത്വം ഏറ്റെടുക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ദീപ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, താനാണ് യഥാർത്ഥ അവകാശി. ജനങ്ങളുടെ അഭിപ്രായത്തിന് നീ ആരാണ് അണ്ണാ DMKയെ നയിക്കേണ്ടതെന്ന് ജനങ്ങളുടെ അഭിപ്രായത്തിന് വിടണമെന്നും ഏകാധിപത്യത്തോടെ ശശികലയെ ഈ നേതൃസ്ഥാനത്തിലേക്ക് ഏറ്റെടുക്കാൻ തന്നെ അനുവദിക്കില്ലെന്നും ആണ് ഇപ്പോൾ ദീപ പറഞ്ഞിരിക്കുന്നത്. ദീപയുടെ സംസാരത്തിൽ തന്നെ ഇതൊരു നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ദേശീയ അഭിമുഖത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളും ചർച്ചകളും പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം പോയസ് ഗാർഡിന് മുമ്പിൽ തന്നെ അണ്ണാ DMK ഒരു വിഭാഗം നേതാക്കൾ ശശികല നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനെതിരെ വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഇപ്പോൾ ജയലളിതയുടെ സഹോദരപുത്രിയായ ദീപ രംഗത്തെത്തിയിരിക്കുന്നത്. ദീപ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായി ഇവയൊക്കെയാണ്. താനാണ് യഥാർത്ഥ ജയലളിതയ്ക്ക് ശേഷമുള്ള യഥാർത്ഥ പിൻഗാമി. ശശികല എപ്പോഴും ജയലളിതയെ അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ അഴിമതി കേസിലും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ജയലളിതയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റവും, അല്ലെങ്കിൽ ജയലളിത ജയിലിൽ പോകാനും, അല്ലെങ്കിൽ ഈ കോഴക്കേസിലും ആരോപണ കേസിലെല്ലാം പ്രതിയാകാനും എല്ലാം കാരണം ശശികലയാണ്. അതുകൊണ്ട് ജയലളിതയ്ക്ക് ഒട്ടും ശശികലയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. തന്നെ ഒരു പിൻഗാമിയാക്കാനായിരുന്നു ജയലളിതയ്ക്ക് താല്പര്യമെന്നാണ് ഇപ്പോൾ ദീപ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് വരും ദിവസങ്ങളിൽ അണ്ണാ DMKയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. കാരണം അണ്ണാ DMKയിൽ ഒരു വിഭാഗം ശശികലയെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല, അണ്ണാ DMKയിൽ ജയലളിതയ്ക്ക് തൻ്റെ പുരട്ചി തലവി, അല്ലെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് ശേഷം ഒരു ചിഹ്നം എന്ന രീതിയിൽ ശശികലയെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കൂടാതെ പന്നീർശെൽവം തന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി അദ്ദേഹം വഹിക്കണമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇത്തരത്തിൽ നേതൃസ്ഥാനം സംബന്ധിച്ച് DMKയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുകയും ജയലളിത ജീവിച്ചിരിക്കുമ്പോൾ ഒരു രണ്ടാം നിര അണ്ണാ DMKയ്ക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ജയലളിത കുടുംബത്തിൻ്റെ ദീപ ജയകുമാർ രംഗത്തെത്തിയിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അണ്ണാ DMKയിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അരുൺ, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. GST യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. സേവന നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ യോഗത്തിൽ ശ്രമമുണ്ടാകും. 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മനു ശങ്കർ ദില്ലിയിൽ നിന്ന്. മറ്റു വിവരങ്ങൾ കൂടി. അതുകൊണ്ടായാലും GST യോഗം ഇന്ന് അല്പസമയങ്ങൾക്കകം ദില്ലിയിൽ ചേരുമ്പോൾ പ്രധാനമായും സേവന നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനും ഒരു സംയമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുമായാണ് ഇന്നത്തെ യോഗത്തിലും പ്രധാന അജണ്ട. എന്നാൽ ഇത് എത്രത്തോളം ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ ചർച്ചയിലും ഇത് സംബന്ധിച്ച് ധാരണയിലെത്താൻ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ആയിരുന്നില്ല. 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഇതിന് ചില സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഡിസംബർ 16 അവസാനിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ മാതൃക GST ബിൽ ഉൾപ്പെടെ 3 ബില്ലുകൾ പാസാക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുകയും ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നോട്ട് അസാധുക്കലിനെ തുടർന്ന് നിലപാട് ഘടിപ്പിച്ച സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കാനും കേന്ദ്രത്തിന് ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ GST ചർച്ച കൂടി പുരോഗമിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഈ നികുതി അധികാരത്തിൽ തീരുമാനമെടുക്കാതെ ബില്ലുകൾക്ക് കൗൺസിലിന്റെ അംഗീകാരം നൽകില്ലെന്ന് നേരത്തെ തന്നെ കേരളവും ബംഗാളും ഉത്തർപ്രദേശും തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉറച്ച നിലപാടെടുത്തിരുന്നു. ഇക്കാര്യത്തിലും ഇന്ന് കേന്ദ്രം ഒരു നിലപാട് അറിയിക്കാനാണ് സാധ്യത. എങ്കിലും ഇന്ന് പ്രശ്നപരിഹാരത്തിന് പ്രത്യേകിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി പിരിക്കലിന്റെ കാര്യത്തിൽ ധാരണയിലെത്താനാണ് ഇന്നത്തെ യോഗം കൂടുതലും ശ്രമിക്കുക. അരുൺ, അതായത് ഈ സംസ്ഥാനങ്ങളുമായി ഒത്തുതീർപ്പിൽ എത്തിയില്ലെങ്കിൽ നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് നിയമമാക്കാൻ സ്വാഭാവികമായും കേന്ദ്രത്തിന് സാധിക്കില്ല. ആ സാഹചര്യത്തിൽ ഇന്ന് നാളെയുമായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ മാക്സിമം ഒത്തുതീർപ്പിന് വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ് കേന്ദ്രം?
തീർച്ചയായും ഈ യോഗത്തിലും ഈ തർക്ക വിഷയങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ GST നടപ്പാക്കാനാകില്ല. അങ്ങനെ വന്നാൽ സെപ്റ്റംബർ 1 മുതൽ GST നടപ്പാക്കുക എന്നൊരു നീക്കത്തിലേക്കാകും പിന്നീട് കേന്ദ്രം കടക്കാൻ സാധ്യത. ഇന്നത്തെ യോഗത്തിലും ഒരു ധാരണയിൽ എത്താനാകും എന്നൊരു പ്രതീക്ഷയാണ് ധനമന്ത്രാലയത്തിനുള്ളത്. നേരത്തെ തന്നെ ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ചില കാര്യങ്ങളിൽ എതിർപ്പ് തുറന്നു പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇതിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ച് അതിലൊരു കേന്ദ്രത്തിന്റെ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നൊരു ശ്രമമാണ് ധനമന്ത്രാലയം നടത്തുന്നത്. അതിനാൽ തന്നെ ഈ ഡിസംബർ 16 അവസാനിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിനുള്ളിൽ തന്നെ ഈ മാതൃക GST ബിൽ ഉൾപ്പെടെ മറ്റ് ബില്ലുകൾ പാസ്സാക്കാനാകുമെന്നും കേന്ദ്രം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് എത്രമാത്രം നടപ്പാകുമെന്നത് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. അരുൺ. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. സഹകരണ മേഖലാ സംരക്ഷണ പ്രചാരണം ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയ്ക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സഹകരണ സംരക്ഷണ സമിതി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. MPമാരും MLAമാരും അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളും സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. കൊച്ചി മെട്രോ അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് യോഗം. മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നത് സംബന്ധിച്ചും ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തും. യോഗത്തിൽ മെട്രോ പദ്ധതി നടത്തിപ്പിൽ കുടുംബശ്രീയെ പങ്കാളിയാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കും. ടിക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻസ്, ക്യാന്റീൻ നടത്തിപ്പ് എന്നിവ കുടുംബശ്രീയെ ഏൽപ്പിക്കാനാണ് തീരുമാനം. മന്ത്രി KT ജലീൽ, E ശ്രീധരൻ, KMRL, DMRC ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഭോപ്പാലിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. മധ്യപ്രദേശിൽ നിന്ന് പിണറായി വിജയൻ കൊച്ചിയിലെത്തി. കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ചേരുന്നു. ഉമേഷ്, ഈ കക്ഷിഭേദമന്യേ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ആണ് ഇക്കാര്യത്തിൽ പലരും രേഖപ്പെടുത്തിയത്. ഇന്ന് അദ്ദേഹം കൊച്ചിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ ഇന്ന്? അരുൺ, മുഖ്യമന്ത്രി ഭോപ്പാലിൽ തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ കക്ഷിഭേദമന്യേ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധ പരിപാടികൾക്കിടെയാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ വെച്ച് അദ്ദേഹത്തിനോട് പ്രതികരണം ചോദിക്കുകയുണ്ടായി. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ്. രാവിലെ 10:30 ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ സമ്മേളനമാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. 10:30 ആ സമ്മേളനം തുടങ്ങുക. അതിനു മുൻപായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 10:30 മുൻപായി തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് കൂടാതെ ഈ 10:30 പരിപാടി കൂടാതെ 3 പരിപാടികൾ കൂടി എറണാകുളത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട ഭോപ്പാലിലെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന്. അഭ്രപാളിയിൽ ആസ്വാദക മനം നിറച്ച് അനന്തപുരി. ഇരുപത്തിയൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഇന്ന് 3-ാം ദിനമായ ഇന്ന് 63 ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. മത്സര വിഭാഗത്തിൽ വിധു വിൻസെന്റിന്റെ മലയാള ചിത്രം മാൻഹോൾ ഇന്ന് പ്രദർശിപ്പിക്കും. മേളയിലെ താരമായ കിം കി ഡുക്കിന്റെ ചിത്രം ദി നൈറ്റും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. വിവരങ്ങളുമായി ഞങ്ങൾ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഇന്ന് മത്സര വിഭാഗത്തിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്? ഒപ്പം പൊതുവിൽ ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമകൾ? സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സുകളിൽ ചിത്രങ്ങളുടെ പ്രദർശനവും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പ്രധാനമായും ഉള്ള ഒരു ആകർഷണം മത്സര വിഭാഗത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും മത്സര വിഭാഗത്തിലെ 15 ചിത്രങ്ങളും മികവുറ്റതാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തവണ കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. ഇതിൽ ഇന്നിപ്പോൾ മലയാളത്തിൽ നിന്ന് വിധു വിൻസെന്റിന്റെ മാൻഹോൾ പ്രദർശിപ്പിക്കും. 11:30 പ്രധാന വേദിയായ ടാഗോറിലാണ് മാൻഹോളിന്റെ പ്രദർശനം. മാൻഹോളിനുള്ള വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നിന്നും ഒരു സ്ത്രീ സംവിധായകരുടെ ചിത്രം ആദ്യമായാണ് ഇത്തരത്തിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ സവിശേഷത. മറ്റൊന്ന്, മേളയിലെ താരമായിട്ടുള്ള കിം കുഡുക്കിന്റെ ചിത്രം എത്തുന്നു എന്നുള്ളതാണ്. അത്
വൈകുന്നേരം 6 മണിക്കാണ് ദിനറ്റിന്റെ പ്രദർശനം നടക്കുന്നത്. നിശാഗന്ധിയിലാണ് ഇതിന്റെ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കിംകുടുക്കിന്റെ ചിത്രങ്ങൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യ പ്രദർശനം നിശാഗന്ധിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമാകുന്ന ചിത്രം നെരൂദയാണ്. പാബ്ലോ നെരൂദയെ കുറിച്ചുള്ള നെരൂദ എന്ന ചിത്രത്തിന്റെ പ്രദർശനം നിലവിൽ ഇപ്പോൾ ഇവിടെ ടാഗോർ തിയേറ്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനും വലിയ പങ്കാളിത്തം തന്നെയാണുള്ളത്. എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് 3-ാം ദിനത്തിലും ചിത്രങ്ങളുടെ പ്രദർശനം പുരോഗമിക്കുന്നത്. ഷീജ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഹരം പകർന്ന നാടൻ കലാമേള. രശ്മി സതീഷിന്റെ രസ ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടുകളോടെയാണ് നാടൻ കലാമേളയ്ക്ക് അരങ്ങുണർന്നത്. കേരളത്തിന്റെ പരിവർത്തനങ്ങളെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചാണ് രശ്മി സതീഷിന്റെ രസ ബാൻഡ് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഹരം പകർന്നത്. ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം തുടങ്ങി കേരളത്തിന്റെ കാലഗതിയെ സ്വാധീനിച്ച മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു പാട്ടുകൾ. തനത് സംഗീതോപകരണങ്ങൾ നാടൻ പാട്ടുകൾക്ക് ചടുല താളം പകർന്നപ്പോൾ കാണികൾ ആവേശത്തിലായി. വജ്രകേരളം ആഘോഷങ്ങളുടെ ഭാഗമായാണ് IFFKയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ നാടൻ കലാമേള അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. 166-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്താംബൂളിലെ ബെസിക്ടാസ് ഫുട്ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ടായ മൈതാനത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. മൈതാനത്തിന്റെ സുരക്ഷയ്ക്കായി നിന്നിരുന്ന പോലീസുകാർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. കാർ ബോംബ് സ്ഫോടനവും ചാവേർ ആക്രമണവും നടന്നതായും ഇതിനു പിന്നാലെ വെടിവെയ്പ് നടന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥി മത്സര രംഗത്ത്. RSP സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. തേവള്ളിയിലെ കൗൺസിലർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന് വേണ്ടി RSP സ്ഥാനാർത്ഥി S ലക്ഷ്മിയാണ് മത്സരിക്കുന്നത്. കൊല്ലം DCCയിൽ വെച്ച് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒപ്പം പ്രചരണവും തുടങ്ങി. ലക്ഷ്മി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. എന്നാൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തേവള്ളിയിലെ മുൻ കൗൺസിലറിന്റെ ഭാര്യ ഗീതാ ദേവകുമാർ UDF സ്ഥാനാർത്ഥിയേക്കാൾ പ്രചരണത്തിൽ ഒരുപടി മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കൊല്ലം DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം ഇങ്ങനെ: UDFന്റെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകത്തില്ല. UDFന്റെ ആരെങ്കിലും റിബലായിട്ട് വന്നാൽ അവരെ നടപടിയെടുത്ത് പുറത്താക്കും. അവർ ഒരിക്കലും UDF ആണെന്ന് പറയാൻ പറ്റത്തില്ല. നോമിനേഷൻ കൊടുക്കുന്നവരെ ആർക്കും സ്ഥാനാർത്ഥി ആകാൻ താല്പര്യം പ്രകടിപ്പിക്കാം. പക്ഷെ ഒരു തീരുമാനമെടുത്ത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായി മത്സരിക്കാൻ വന്നാൽ അവരുടെ പേരിൽ നടപടിയെടുക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളതാണ്. എന്നാൽ താൻ റിബൽ സ്ഥാനാർത്ഥി അല്ലെന്നും തേവള്ളിയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് കുടുംബമാണ് തന്റേതെന്നും UDF റിബൽ ഗീതാ ദേവകുമാർ വ്യക്തമാക്കി. റിബൽ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണിത്. ഇവിടെ കഴിഞ്ഞ തവണ സന്ദർഭവശാൽ RSPക്ക് സീറ്റ് കൈവശം പോവുകയായിരുന്നു. പക്ഷേ അവർക്കത് നന്നായി പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഈ വർഷവും അതിന് തന്നെയാണ് സാഹചര്യം ഒരുങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും എന്നോട് നിൽക്കാനായി ആവശ്യപ്പെടുകയും ഞാനത് അംഗീകരിക്കുകയുമായിരുന്നു. അതേസമയം ഇടത് സ്ഥാനാർത്ഥിയും അധ്യാപികയുമായ NS ബിന്ദു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി UDFനും BJPക്കും വെല്ലുവിളി ഉയർത്തി. ഡിവിഷൻ പിടിച്ചെടുക്കാൻ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണവും അവർ ആരംഭിച്ചു. BJP സ്ഥാനാർത്ഥി ശൈലജയും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ രംഗത്തുണ്ട്. മരണപ്പെട്ട കൗൺസിലർ കോകിലയുടെ അമ്മയാണ് ശൈലജ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വതന്ത്ര സംഗീത സംവിധായകയായി ചലച്ചിത്ര പിന്നണി ഗായിക ജോത്സ്നയുടെ ഏറ്റവും പുതിയ മ്യൂസിക്കൽ വീഡിയോ ആൽബമായ ഇനി വരുമോയുടെ ലോഞ്ചിങ് കൊച്ചിയിൽ നടന്നു. വിനീത് ശ്രീനിവാസനാണ് ആൽബം പുറത്തിറക്കിയത്. ആൽബത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നതും ഗാനം ആലപിച്ചിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും ജോത്സ്ന തന്നെയാണ്. ജോത്സ്ന രാധാകൃഷ്ണൻ ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധായകയായി. മനസ്സിലുദിച്ച ആഗ്രഹം, ആശയം മനോഹരമായ പ്രണയഗാനമായി ഒഴുകി.
കൊച്ചിയിൽ നടന്ന ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി തുടക്കമിട്ടത് സംഗീത സംവിധായകൻ ഇഗ്നേഷ്യസ്. ഗായകനും നടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ വിനീത് ശ്രീനിവാസൻ ഇനി വരുമോയുടെ ലോഞ്ചിങ് കർമ്മം നിർവഹിച്ചു. ഞാൻ 2005 ജ്യോത്സ്നയെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും കൂടെയുള്ള ഷോസ് ഒരുപാട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ തൊട്ട് ജ്യോത്സ്ന പറയുമായിരുന്നു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് വരണം, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് പാട്ടുകൾ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 ഇയേഴ്സിന് ശേഷവും ആ ഡ്രീം അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. ഒരു സ്വപ്നം സഫലമായതിന്റെ സന്തോഷം ജ്യോത്സ്നയും മറച്ചുവെച്ചില്ല. നമ്മളിങ്ങനെ നമുക്ക് ഭയങ്കര പാഷനുള്ള ഭയങ്കര സ്നേഹത്തോടെ നമ്മളൊരു സംഭവം ചെയ്തിട്ട് അതിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൈക്ക് ഗിവിങ് ബർത്ത് ടു എ ബേബി ഉള്ള കാര്യം പറയണമല്ലോ. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ എനിക്ക്. ആൽബത്തിൽ ജ്യോത്സ്നയ്ക്കൊപ്പം ഭർത്താവ് ശ്രീകാന്തും അഭിനയിച്ചിട്ടുണ്ട്. ജോഫി തരകന്റേതാണ് വരികൾ. ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മധു നാരായണൻ. ഗായകരായ വിജയ് യേശുദാസ്, വിധു പ്രതാപ്, ഗായത്രി, സിത്താര, രഞ്ജിനി ജോസ്, സച്ചിൻ വാര്യർ, ദിവ്യ തുടങ്ങി നിരവധി പ്രമുഖരും ജ്യോത്സ്നയ്ക്ക് ആശംസ നേരാനെത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൂടിയാട്ടത്തിലെ ഇതിഹാസ കലാകാരൻ അമ്മന്നൂർ മാധവ ചാക്യാരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കൂടിയാട്ടം മഹോത്സവത്തിന് തുടക്കമായി. കൂടിയാട്ട രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാലയങ്ങളുടെയും ഗുരുകുലങ്ങളുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വയലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് കൂടിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. രാമരാവണ യുദ്ധം കാണാനെത്തിയ ആകാശമാർഗികളായ 3 വിദ്യാധരന്മാർ യുദ്ധഭൂമിയുടെ ഭീകരതയും സൗന്ദര്യവും വർണ്ണിക്കുന്ന ശ്ലോക വിവരണത്തോടെയാണ് പ്രഥമ തൃതീയാംഗം എന്ന കൂടിയാട്ടം ആരംഭിച്ചത്. ഭാസന്റെ സംസ്കൃത നാടകത്തിലെ 6ാം അംഗത്തിലെ ഒരു ഭാഗമാണ് അരങ്ങിൽ അവതരിപ്പിച്ചത്. അമ്മന്നൂർ മാധവ ചാക്യാരുടെ പ്രിയ ശിഷ്യന്മാരാണ് ഗുരുവിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കൂടിയാട്ടം അരങ്ങിലെത്തിച്ച് ഗുരുവന്ദനം നടത്തിയത്. സൂരജ് നമ്പ്യാർ, അമ്മന്നൂർ രജനീഷ് ചാക്യാർ, പുതിയിൽ രഞ്ജിത്ത് ചാക്യാർ എന്നിവരാണ് അരങ്ങിൽ നിറഞ്ഞാടിയത്. അമ്മന്നൂർ ശൈലിയിൽ ചിട്ടപ്പെടുത്തിയ കൂടിയാട്ടം കാണികൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. ബാലിവധം കൂടിയാട്ടത്തോടെ മഹോത്സവത്തിന് ഇന്ന് തിരശീല വീരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അല്ല, ഇതില് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറെക്കുറെ ശരിയായ രീതിയിൽ തന്നെയാണ്. അതായത് ഞാനവിടെ പോയത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലക്ക് അവിടെ ചെല്ലുന്നതുകൊണ്ട് മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടുകാർക്ക് ഒരു പൊതു സ്വീകരണം വേണമെന്ന് അഭിപ്രായം ഉണ്ടായി. അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ 2-3 സംഘടനകൾ കൂടിയാണ് അത്തരമൊരു പരിപാടി ഏർപ്പാട് ചെയ്തിരുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഈ യാത്രാ പരിപാടി ഏതൊക്കെയാണ് പരിപാടി എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് മധ്യപ്രദേശ് ഗവൺമെൻറ്റിനെ അറിയിക്കും. അങ്ങനെ അവർക്ക് അതിനെക്കുറിച്ച് വിവരമുണ്ട്, ഈ പരിപാടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ പരിപാടി സ്ഥലത്തേക്ക് ആ സമയത്തങ്ങ് പോവുകയാണ്. ഒരു 5:20 അങ്ങനെ ആയപ്പോഴായിരിക്കും പോകുന്നത്. കുറേ പോയി കഴിഞ്ഞപ്പോൾ മുന്നിൽ പോകുന്ന പൈലറ്റ് വാഹനം നിർത്തി ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി തടഞ്ഞു. അപ്പോൾ ആ പോലീസ് ഓഫീസർക്ക് എന്നോടെന്തോ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് അകത്ത് ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു അവിടെ സംഘർഷമാണ്, ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്, ഒരു 250-നും 300-നും ഇടയ്ക്ക് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്താണ് അവിടെ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ നിർദ്ദേശം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ഇങ്ങനെ പ്രശ്നമായതുകൊണ്ട്
നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് SP പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിർദ്ദേശം എന്താണോ അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുക, അത് നിങ്ങളാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് തിരിച്ച് പോകുന്നതാണ് നല്ലത്, അതാണ് SP പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞാൻ താമസിച്ച ഹോട്ടലിൽ വന്നു. ഇതാണ് ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം. പക്ഷെ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് സംഘടിപ്പിച്ചത് RSS ആണ്. ഇതിലാണൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നം കാണേണ്ടത്. അവിടെ ഒരു പ്രത്യേക പ്രശ്നവുമില്ല. സാധാരണ നിലക്ക് മലയാളികൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ ഒരു സ്വീകരണ പരിപാടി വെക്കുന്നു. അവരാണെങ്കിൽ ഒരു വിവാദത്തിലും പെട്ടവരല്ല, സാധാരണ നിലക്കുള്ളൊരു കൂട്ടറൊന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു കണ്ണൂരിൽ തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമം എന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നമുണ്ടായില്ല. നേരത്തെ BJPയുടെ അഖിലേന്ത്യാ യോഗം ഇവിടെ നടന്നല്ലോ, കോഴിക്കോട്. എല്ലാ തലത്തിലുള്ള പ്രധാനികളും പങ്കെടുത്തു. കേരളത്തിലെ പോലീസ് ആകെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നുള്ള മട്ടിൽ തന്നെ അവിടെ നിന്നു. ഇതൊക്കെ സാധാരണ നിലക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ ഒരു കാരണവുമില്ലാതെ പ്രതിഷേധം സംഘടിപ്പിക്കുക, ഒരു കാരണവും പറയാനില്ല. സംഘടിപ്പിച്ച പ്രതിഷേധം നേതൃത്വം കൊടുക്കുന്നത് RSS ആണ് എന്നുള്ളത് കൊണ്ട് മധ്യപ്രദേശിലെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുക, എന്നിട്ട് ആ പരിപാടിക്ക് ചെല്ലേണ്ട മുഖ്യമന്ത്രിയോട് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറയുക. ഇതൊക്കെയാണ് പ്രശ്നം. മറ്റേ അതിനെപ്പറ്റി പിന്നെ കൂടുതൽ ഞാൻ പറയുന്നത് ഔചിത്യമല്ല. ഇതിന് ശേഷം ചീഫ് സെക്രട്ടറിയും DGPയും പിന്നീട് മുഖ്യമന്ത്രി ഫോണിലും അങ്ങയോട് മാപ്പ് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് എന്താ കാര്യമോ? അതല്ല സാധാരണ. പിന്നീട് അതെ, പിന്നീട് അവർ വന്ന് പറഞ്ഞു. ഞാൻ അവരോടൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനിപ്പോൾ ഇക്കാര്യത്തിൽ മറ്റൊന്നും നിങ്ങളോട് പറയാൻ തയ്യാറാകുന്നില്ല. ഈ എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം ഇത്തരത്തിലുണ്ടായത്, അതിൽ നിങ്ങളുടെ റോൾ എന്താണ്, ഇക്കാര്യമൊക്കെ വിശദമായി നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും അത് പരിശോധിക്കുമെന്ന് പറഞ്ഞവർ, അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾ തീർച്ചയായും പരിശോധിക്കുന്നത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സംഘടിപ്പിച്ചൊരു കാര്യമാണ്. അത് RSSൻ്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. അതാണ് നമ്മളിതിൽ കാണേണ്ടത്. അതാണ് ശരി. ഭോപ്പാലിലെ മധ്യപ്രദേശ് സന്ദർശനം, അതിന് ശേഷം തിരികെ കൊച്ചിയിലെത്തുകയായിരുന്നു. നിരവധി പരിപാടികൾ അദ്ദേഹത്തിന് കൊച്ചിയിലുണ്ട്. അദ്ദേഹം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അദ്ദേഹത്തെ തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് നിലവിൽ പ്രതികരിക്കുകയായിരുന്നു. മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തെയാണ് വാഹന വ്യൂഹം നടുവിൽ റോഡിൽ തടഞ്ഞ് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് മധ്യപ്രദേശ് സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഭോപ്പാലിൽ ഇതിനെതിരെ മധ്യപ്രദേശ് പോലീസ് ഇവർക്കെതിരെ ഒരു നടപടിയും നിലവിൽ സ്വീകരിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊരു സംസ്കാരത്തിന്റെ പ്രശ്നം കൂടിയാണ്. വലിയ തരത്തിലുള്ള ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആവാത്ത തരത്തിലുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, മധ്യപ്രദേശ് സന്ദർശനത്തിന് ശേഷം, അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് മാധ്യമങ്ങളോടായി. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? അരുൺ, മുഖ്യമന്ത്രി ആദ്യമായി തന്നെയാണ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ
അദ്ദേഹം വിശദീകരിച്ചു. മലയാളി സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് പോകും വഴിയായിരുന്നു അദ്ദേഹത്തെ പോലീസ് വഴിയിൽ വെച്ച് തടഞ്ഞത്. പോലീസ് തടഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. SP യുടെ നിർദ്ദേശമനുസരിച്ച് മുഖ്യമന്ത്രി മടങ്ങി പോകണം എന്നുള്ളതാണ്. ആ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് താനുണ്ടായത്. എന്നാൽ ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നടപടിയാണത്. അതിലൊരു സംസ്കാരത്തിന്റെ പ്രശ്നം നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കാരണം കേരളത്തിൽ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂരിൽ പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള മേഖലകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു സംഘർഷമോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിന് സമാനമായി തന്നെ BJPയുടെ അഖിലേന്ത്യാ യോഗവും കോഴിക്കോട് നടന്നതാണ്. അപ്പോഴും ഇത്തരത്തിൽ അവിടെ BJPയുടെ നേതാക്കന്മാർ എല്ലാവരും തന്നെ അവിടേക്ക് വന്നതാണ്. അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം DIGയും മറ്റും മാപ്പ് പറഞ്ഞെങ്കിലും അതുകൊണ്ട് എന്താണ് കാര്യം എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നടപടിയാണ് RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് RSS ആണ്, അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അരുൺ, അതായത് സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാകും എന്ന കാര്യം പറഞ്ഞാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണോ അദ്ദേഹം നിലവിൽ സൂചിപ്പിച്ചത്? ഇക്കാര്യം മധ്യപ്രദേശ് സർക്കാരിനെ അറിയിച്ചതായിരുന്നില്ലേ? എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചോ? തീർച്ചയായും ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് RSS ആണ് എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. കാരണം പോലീസ് അത്തരത്തിലൊരു വിവരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുഖ്യമന്ത്രി മടങ്ങി പോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. പോലീസ് പറയുന്ന നിർദ്ദേശം അനുസരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ SP പറഞ്ഞതനുസരിച്ച് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ തീർത്തും അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയാണ് മധ്യപ്രദേശിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പിന്നീട് ഇക്കാര്യം DIG അടക്കമുള്ളവർ മാപ്പ് പറഞ്ഞെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിലും തീർത്തും ന്യായീകരിക്കാൻ പറ്റാത്ത നടപടിയാണുള്ളത്. സംസ്കാരത്തിന്റെ ഒരു പ്രശ്നമായി തന്നെ അതിനെ കാണണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അരുൺ, ഇതൊരു പൊതുപരിപാടിയായിരുന്നു. ഈ പൊതുപരിപാടിയെ സംബന്ധിച്ച് അദ്ദേഹം അല്ലെങ്കിൽ പൊതുപരിപാടിയെ സംബന്ധിച്ച് മധ്യപ്രദേശ് സർക്കാരിനെ നേരത്തെ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ സുരക്ഷ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. വളരെ ഗൗരവതരമായ വിഷയം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പൊതുവിൽ നിലവിൽ വായിച്ചെടുക്കാനാവുക? തീർച്ചയായും ഈ പരിപാടി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. കാരണം ഇത്തരത്തിൽ മലയാളി സംഘടനകളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരു സ്വീകരണ യോഗം സംഘടിപ്പിച്ചതാണ്. അവിടേക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവർ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായും അത് മുൻകൂട്ടി തന്നെ മധ്യപ്രദേശ് സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. തീർച്ചയായും അപ്പോൾ മുഖ്യമന്ത്രി വരുമ്പോൾ അതിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കേണ്ട ചുമതല മധ്യപ്രദേശ് സർക്കാരിനാണ്. അതനുസരിച്ച് തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ സ്വീകരണ യോഗത്തിലേക്ക് പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പോയത്. ഇതിനിടയിൽ വെച്ചാണ് വഴിയിൽ വെച്ച് പോലീസ് ഇത്തരത്തിൽ തടഞ്ഞത്. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകും, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞത്. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് വളരെ സംരക്ഷണത്തോടുകൂടി പങ്കെടുക്കേണ്ട പരിപാടി പ്രതിഷേധക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ പരിപാടി സുഗമമായി നടത്തിക്കുന്നതിനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി പിന്നീട് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. ഇത് തീർച്ചയായും ഈ പ്രതിഷേധക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് മധ്യപ്രദേശ് സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അരുൺ, ഇത് പൊതുപരിപാടി എന്ന നിലയിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ച കാര്യമാണ് മുൻകൂട്ടി തന്നെ. അപ്പോൾ ഒരു പ്രാദേശിക വിഭാഗത്തിന്റെ RSS വിഭാഗത്തിന്റെ പ്രതികരണമായ പ്രതിഷേധമായി ഇതിനെ കാണാനാവില്ല. BJP RSS അറിഞ്ഞുകൊണ്ട് നടത്തിയ ബോധപൂർവമായ ശ്രമം എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? കാരണം അല്ലെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചൊരു പരിപാടിയിൽ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ സുരക്ഷ ഒരുക്കേണ്ട ബാധ്യതയില്ലേ? തീർച്ചയായും മുൻകൂട്ടി അറിയിച്ച സാഹചര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കേണ്ടതാണ്. ഈ സുരക്ഷ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രിക്ക് എത്താൻ തന്നെ കഴിയുകയുണ്ടായില്ല. പൈലറ്റ് വാഹനം ആദ്യം നിർത്തി, പിന്നീട് മുഖ്യമന്ത്രിയുടെ വാഹനം നിർത്തിയപ്പോൾ പോലീസ് അവിടെ വന്ന് സൂചിപ്പിക്കാനുണ്ടായത് ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കരുത്, കാരണം RSSന്റെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്, നിരവധി പേർ തടിച്ചുകൂടിയിട്ടുണ്ട്, അതുകൊണ്ട് മടങ്ങിപ്പോകണം എന്നുള്ളൊരു ആവശ്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് വലിയ വീഴ്ചയായി കാണേണ്ടത്. കാരണം മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാക്കേണ്ട പോലീസും സർക്കാർ
സർക്കാരും ചെയ്തത് ഇതിന് നേരെ വിപരീതമായാണ്. പ്രതിഷേധക്കാർക്ക് അനുകൂലമായൊരു നടപടിയാണ് അവരുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് വലിയ വീഴ്ചയായി തന്നെ കാണണം, ഇതൊരു സംസ്കാരത്തിന്റെ പ്രശ്നമായി തന്നെ കാണണം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നടപടി തന്നെയാണ് ഇത് എന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അരുൺ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ, മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്നടക്കമുള്ള കാര്യങ്ങൾ? തീർച്ചയായും ഈ സംഭവത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ DIG അടക്കമുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പൊതുവിൽ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ? കാരണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രതികരണവുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതെങ്ങനെയാണ് പരിഗണിക്കാനാവുക? എന്തൊക്കെയാണ് നിലവിലെ പ്രതികരണങ്ങൾ? തീർച്ചയായും ഈ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും സംസ്ഥാന ജനതയെ തന്നെ അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയാണ് മധ്യപ്രദേശിൽ ഭോപ്പാലിൽ ഉണ്ടായത്. ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, പ്രത്യേകിച്ച് VM സുധീർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നുണ്ട്. പ്രത്യേകിച്ച് CPM. ഉമേഷ്, ഇപ്പോൾ TV രാജേഷ് MLA അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TV രാജേഷ് MLA, എങ്ങനെയാണ് ഈ സംഭവത്തെ പൊതുവിൽ കാണുക? കാരണം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ച ഒരു പരിപാടി, സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നിട്ട് കൂടി വഴിയിൽ തടഞ്ഞ് മടക്കി അയക്കുന്നു. ഈ നിയമവാഴ്ചയുടെയും ഫെഡറൽ തത്വങ്ങളുടെയും ലംഘനം എന്നൊക്കെ പൊതുവിൽ ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഭോപ്പാലിലെ മലയാളി അസോസിയേഷനുകളുടെ സംയുക്ത വേദിയാണ് സ്വീകരണത്തിലേക്ക് ക്ഷണിച്ചത്. പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ആ യോഗത്തിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വിളിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് എന്ന നിലയിലല്ല, കേരളത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. മുഖ്യമന്ത്രി ആ പരിപാടിയിലേക്ക് പോകാൻ അതിനടുത്തെത്തിയ ഘട്ടത്തിലാണ് ഒരു കൂട്ടം RSS പ്രവർത്തകർ അവിടെ പ്രതിഷേധമുയർത്തിയത്. അവിടെ പോലീസ് ഉണ്ടായിരുന്നു, SP ഉണ്ടായിരുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി അവിടുത്തെ SP സംസാരിച്ചു. പക്ഷെ SP പോലും ആ കാര്യത്തിൽ അങ്ങേയറ്റം നിസ്സഹായമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇത് യഥാർത്ഥ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന കൊടിയ അസഹിഷ്ണുതയുടെ ഒരു ലക്ഷണമാണ്. നമുക്കൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ അവർ ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ എന്ന നിലയിൽ അവർക്ക് ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കുന്നത് ഫാസിസമാണ്. അതിനെതിരായി ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഭരണാധികാരികളെ ഈ നിലയിൽ ഒരു പ്രത്യേക കോണിലൂടെ നോക്കിക്കാണുന്ന ഒരു സ്ഥിതി വന്നാൽ നമ്മുടേതുപോലുള്ള ജനാധിപത്യ രാജ്യത്ത് അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളും വലിയ അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും BJPയുടെ കേന്ദ്ര നേതൃത്വവും നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. തങ്ങളോട് രാഷ്ട്രീയമായി എതിർപ്പുള്ളവർ മുഖ്യമന്ത്രിമാരായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാർ ഞങ്ങൾക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുള്ള സംസ്ഥാനങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനകത്ത് ജനാധിപത്യ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് രാജ്യത്തെ ജനാധിപത്യം തന്നെ അപകടത്തിലെത്തുന്നതാണ്. അതുകൊണ്ട് ഈ തീരുമാനത്തിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത് വ്യക്തമാക്കണം. അവിടുത്തെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നതിൽ പരസ്യമായി അദ്ദേഹം ക്ഷമാപണം നടത്തേണ്ടതാണ്. ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കേണ്ടതായി. ഈ അദ്ദേഹം ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാപരമായ ഒരു പദവി വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. ആ നിലയിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള നീക്കങ്ങളായി കൂടി പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് നിയമവൃത്തങ്ങളിൽ നിന്ന്. ആ സാഹചര്യം കൂടി എങ്ങനെയാണ് താങ്കൾ പരിഗണിക്കുന്നത്? തീർച്ചയായും ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഔദ്യോഗികമല്ലാത്ത ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. ഇത് മലയാളി അസോസിയേഷൻ നൽകിയൊരു സ്വീകരണമാണ്. നാളെ ഇപ്പോൾ ഗുജറാത്ത് അസോസിയേഷൻ കോഴിക്കോട് ഒരു പ്രോഗ്രാം വെക്കുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു പ്രോഗ്രാം വെക്കുന്നു. ആ പ്രോഗ്രാമിലേക്ക് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ആ യോഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരെങ്കിലും പ്രതിഷേധം ഉയർത്തിയാൽ അത്തരം പ്രതിഷേധത്തെ ഒഴിവാക്കാനും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സുഗമമായ വഴി ഒരുക്കുകയും ചെയ്യേണ്ടത് അവിടുത്തെ പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അവിടെ SP സ്ഥലത്തുണ്ടായിരുന്നു. SP യഥാർത്ഥത്തിൽ സംയോജിതമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. ലക്ഷത്തിലധികം വരുന്ന മലയാളികളാണ് ഭോപ്പാലിൽ താമസിക്കുന്നത്. ആ മലയാളികളുടെ സംഘടനയാണ് ഇതിനൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ
ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു SP യോട് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടും SP ആ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും മുഖ്യമന്ത്രിയെ മടക്കി അയക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേവലമായ ഒരു SP തീരുമാനമല്ല. ഈ കാര്യത്തിൽ അവിടുത്തെ ഗവൺമെന്റ് നിലപാട് തന്നെയാണ് ഇത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരികയാണ്. ഇതൊക്കെ നമ്മുടെ ഇതുപോലുള്ള ജനാധിപത്യ രാജ്യത്തിനകത്ത് അങ്ങേയറ്റം തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുകയും നിയമവാഴ്ച തന്നെ അപകടത്തിലേക്കാക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് അടിയന്തരമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇടപെടേണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റേതായ വിശദീകരണം ഉണ്ടാകേണ്ടതാണ്. ആ സംസ്ഥാന ഗവൺമെന്റിനെ യഥാർത്ഥത്തിൽ തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എവിടെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാൻ ആവശ്യമായ ശക്തമായ സത്വരമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് VV രാജേഷ്, അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ VV രാജേഷ്, എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇന്നലെ രാത്രി ഇന്നുമായിട്ടുള്ള മാധ്യമ വാർത്തകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇദ്ദേഹം പോയ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ ശ്രീ പിണറായി വിജയനെതിരെ, കേരള മുഖ്യമന്ത്രിക്കെതിരെ ചില പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയുമായിട്ടും പോലീസ് സംവിധാനമായിട്ടും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനം ശക്തമാക്കിയപ്പോഴേക്കും തിരിച്ചുള്ള വിമാനത്തിന്റെ സമയമാവുകയും അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. ഒരു കാര്യം കൂടി, ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി കൊച്ചിയിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് പോയത്, പക്ഷേ വഴിമധ്യേ തടയുകയായിരുന്നു. എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ SP മുതിർന്ന പോലീസ് ഓഫീസർ അദ്ദേഹം ഇറങ്ങി കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് എന്നതടക്കം വ്യക്തമായാണ് അദ്ദേഹം സൂചന നൽകുകയും ചെയ്തത്. എന്ത് ചെയ്യണം, അത് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ഞാൻ ചെയ്യാം, കാരണം അവരാണല്ലോ സുരക്ഷ ഒരുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് മടങ്ങിപ്പോയി എന്നാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ആദ്യ പ്രതികരണം കൊച്ചിയിലെത്തി പ്രതികരിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി തെരഞ്ഞെടുത്ത ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി, നിയമപരമായി വലിയ വശങ്ങൾ ഇക്കാര്യത്തിലുണ്ട്, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ, വലിയ കോംപ്ലിക്കേറ്റഡ് ആയ സാഹചര്യങ്ങളിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ പോകുന്നില്ലേ? എങ്ങനെയാണ് പൊതുവിൽ ഇതിനെ താങ്കൾ കാണുന്നത്? അല്ല, കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതിലുപരി CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ഒരു മുതിർന്ന നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് മതിയായ സുരക്ഷ കൊടുക്കേണ്ടത് മധ്യപ്രദേശിലെ പോലീസിന്റെ ചുമതലയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സംവിധാനം, ഞാൻ പറഞ്ഞല്ലോ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടി ആകുമ്പോഴേക്കും CPIM രാജ്യത്തിന്റെ പ്രത്യേകിച്ചും മുൻപ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളുടെ ഒരു വികാരം കൂടി ജനങ്ങളുടെ ജനമനസ്സുകളിലുണ്ട്. അപ്പൊ ശക്തമായ പ്രതിഷേധം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഉയർന്നു വരാം. അതിൽ എന്ത് അക്രമ അല്ല ശ്രീ VV രാജേഷ്, ഒരു കാര്യം വളരെ ലളിതമായ എന്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനാണ്? എന്ത് അക്രമ സംഭവങ്ങളാണ് അവിടെ? ഒരു മുഖ്യമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം പാർട്ടിയുടെ ഒരു പരിപാടി പോലുമല്ല, മലയാളി അസോസിയേഷന്റെ ഒരു പരിപാടിക്കാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നത്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അക്രമം ഉണ്ടായാൽ തന്നെ അതിന് സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത ഭരണഘടനാപരമായും നിയമപരമായും ആ സംസ്ഥാനത്തിനുണ്ട്. ഇല്ലെങ്കിൽ എന്ത് നിയമവാഴ്ചയാണ് അവിടെ ഉള്ളത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് മറുപടി പറഞ്ഞാൽ മതി. എന്റെ സുഹൃത്തെ, താങ്കളുടെ അജണ്ട നടപ്പിലാക്കാനാണെങ്കിൽ എനിക്ക് സമയമില്ല. എന്നോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചോദിച്ചോണ്ടിരുന്നു, ഞാൻ കട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ പണിയുണ്ട്. തീർച്ചയായും എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരത്തിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം പറയാനുള്ള അവസരം തരണം. താങ്കളുടെ ചോദ്യം ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാറില്ല. പറഞ്ഞോളൂ. താങ്കൾ ഞാൻ ഉത്തരം പറയുമ്പോഴേക്കും ഇന്ററപ്റ്റ് ചെയ്താൽ ഫോൺ കട്ട് ചെയ്യുന്നു. അത് ധിക്കാരമല്ല. പറഞ്ഞോളൂ. ഈ ഇടപെടുന്ന സമയം മതിയല്ലോ താങ്കൾക്ക് പറയാൻ. താങ്കൾക്ക് യഥേഷ്ടം അവസരമുണ്ട്. അങ്ങനെയല്ലല്ലോ, താങ്കൾ മാന്യമായിട്ട് പെരുമാറൂ. താങ്കൾ പറഞ്ഞോളൂ. ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം താങ്കൾ ഞാൻ ഉത്തരം പറയുമ്പോൾ ഇടപെട്ട് തടസ്സപ്പെടുത്താൻ താങ്കൾ എന്റെ മേലുദ്യോഗസ്ഥനൊന്നുമല്ല. ഞാനും പൊതുപ്രവർത്തകനാണ്. ഇടപെട്ട് തടസ്സപ്പെടുത്തിയൊന്നുമല്ല. യഥേഷ്ടം സമയമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇടപെട്ട് ചോദിക്കുക എന്നുള്ളതാണല്ലോ ചർച്ചയുടെ ഒരു പൊതുമര്യാദയും മാന്യതയും. ആ മര്യാദ പാലിക്കൊണ്ട് ചർച്ച നടത്താൻ ഞാൻ തയ്യാറില്ല. താങ്കൾ എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയും. അതിനുശേഷം വീണ്ടും ചോദിക്കാൻ താങ്കൾ തുടർന്നോളൂ. വീണ്ടും താങ്കൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞ ശേഷം താങ്കൾക്ക് വീണ്ടും ചോദിക്കാം. അല്ലാതെ താങ്കൾ ചോദിച്ചോളൂ, തുടർന്നോളൂ ശ്രീ VV രാജേഷ്. അല്ല, ഉത്തരം പറയുമ്പോഴേക്കും തടസ്സപ്പെടുത്തി ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല. താങ്കൾ എന്റെ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. സ്വസ്ഥമായിട്ട് അവിടെ അടങ്ങി മര്യാദ. ഞാൻ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. ആജ്ഞാസ്വരത്തിൽ ആജ്ഞാപിക്കുകയൊന്നും വേണ്ട. താങ്കൾ തുടർന്നോളൂ. അല്ല, താങ്കൾ ഇടപെട്ട് മാന്യത വിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആജ്ഞാപിക്കേണ്ടി വരും. താങ്കൾ സൗകര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഓക്കെ, വിഷയത്തിലേക്ക് വരൂ.
അതിന് വിഷയത്തിലേക്ക് വരാം. വന്നോളൂ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവിന് മതിയായ സുരക്ഷ ഒരുക്കേണ്ടത് മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസിന്റെ കർത്തവ്യമാണ്. CPIM സംസ്ഥാനത്ത് കേരളത്തിലാകമാനം കാട്ടുന്ന പരമ്പരകൾക്കെതിരെ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പ്രത്യേകിച്ചും ഇന്നലെ തിരുവനന്തപുരത്ത് തന്നെ നടന്ന അക്രമ സംഭവങ്ങളുണ്ട്. ഇത് രാജ്യത്തിന്റെ പല ഭാഗത്തും ജനാധിപത്യ സംഘടനകളുടെ ഭാഗത്ത് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ തടഞ്ഞുകൊണ്ട് പിണറായി വിജയനെ സുരക്ഷിതമായി സ്ഥലങ്ങളിലെത്തിക്കേണ്ടത് മധ്യപ്രദേശിന്റെ പോലീസിന്റെ ബാധ്യതയായതുകൊണ്ട് ചുമതലയായതുകൊണ്ട് അദ്ദേഹത്തോട് അവർ പറഞ്ഞു ഈ പരിപാടിയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അതിനുശേഷം മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് സുരക്ഷാ സംവിധാനം തയ്യാറാക്കിയപ്പോഴേക്കും പിണറായി വിജയന്റെ വിമാനത്തിന് സമയം അദ്ദേഹം തിരിച്ചുപോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വേറെ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ VS തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴേക്കും കേരളത്തിന്റെ അതിർത്തിയിൽ തന്നെ കേരള പോലീസും തമിഴ്നാട് പോലീസും അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും കേരളത്തിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴേക്കും DYFI പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ തന്നെ പോലീസ് സംവിധാനം ഇടപെട്ട് അവരുടെയൊക്കെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മതിയായ സുരക്ഷ ഒരുക്കിയതിനു ശേഷമാണ് നരേന്ദ്രമോദി പോലും തിരുവനന്തപുരത്ത് വന്നത്. ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിലപ്പുറമുള്ള ഒരു പ്രാധാന്യം ഞാൻ ഇതിൽ കാണുന്നില്ല. ഇനി ചോദിച്ചോളൂ. ദയവായി തുടരുക. TV രാജേഷ് അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ TV രാജേഷ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടോ? അല്ല, ജനാധിപത്യത്തിനകത്ത് നമുക്ക് വ്യത്യസ്തമായ ആശയഗതികൾ ഉണ്ടാകും. അപ്പൊ ഞങ്ങളുടെ ആശയത്തോട് എതിർപ്പുള്ളവരെ ആരെയും തങ്ങളുടെ സംസ്ഥാനത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ ജനാധിപത്യം നിലനിൽക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ശ്രീ VV രാജേഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ ഒരു BJP നേതാവിനെയും ഒരു സ്വകാര്യ പരിപാടിയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനൗദ്യോഗികമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു BJP നേതാവിനെയും ഇന്നേത് വരെ കേരളത്തിൽ തടഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം, ഒരു ഇൻസ്റ്റൻസ് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ ചർച്ചയും ഉയർത്തി കാണിക്കും. എന്നാൽ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ബഹുമാനായ ശ്രീ VS കൂടംകുളത്ത് പോയ സംഭവം അവിടെ ഒരു പ്രതിഷേധ സമരത്തെ അവിടെ നടക്കുന്ന ഒരു പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലത്ത് പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോൾ ചില നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണത്. ഇത് അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാനല്ല മുഖ്യമന്ത്രി പോയത്, മറിച്ച് മലയാളികൾ അവിടെയുണ്ട്. ആ മലയാളികളുടെ സംഘടനകൾ, അതിൽ BJP-ക്കാരുണ്ട്, കോൺഗ്രസ് അനുഭാവികളുണ്ട്, CPM-കാരുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഭോപ്പാലിലെ മലയാളികൾ എല്ലാവരും, അവരിൽ നല്ലൊരു ശതമാനം BJP-ക്കാരാണെന്ന് ശ്രീ രാജേഷ് അറിയാമല്ലോ. എല്ലാ മലയാളി അസോസിയേഷനും ചേർന്നിട്ടുള്ള ഒരു മലയാളികളുടെ ഒരു അംബർല ഓർഗനൈസേഷൻ, അവരുടെ സംയുക്ത വേദിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വിളിച്ചിരിക്കുന്നത്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ അല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോ നരേന്ദ്രമോദി ഗൾഫിൽ പോയി പ്രസംഗിച്ചല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടല്ലേ UAE-യിൽ പോയിട്ട് അവിടെ അഭിസംബോധന ചെയ്തത്? അതേ അമേരിക്കയിൽ പോയിട്ട് അഭിസംബോധന ചെയ്തില്ലേ? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ BJP-യുടെ അസഹിഷ്ണുത എവിടെ എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് മധ്യപ്രദേശിലുണ്ടായ സംഭവം. പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സ്റ്റേറ്റ് മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് പോകുമ്പോൾ മുൻകൂട്ടി അത് സംബന്ധിച്ചുള്ള യാത്രാ റൂട്ടുകൾ നൽകും. അത് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇതെല്ലാം നേരത്തെ അറിയിച്ചതാണ്, ആഴ്ചകൾക്ക് മുമ്പേ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ വേണ്ടത്ര സുരക്ഷാ സംവിധാനം, മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നാളെ ഇപ്പൊ ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് വരുന്നു, പൃഥ്വിരാജ് ചൗഹാൻ കേരളത്തിൽ വരുന്നു, വസുന്ധരാജ് സിന്ധ്യ കേരളത്തിൽ വരുന്നു എന്ന് കരുതട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ നേരത്തെ ഒരുക്കും. അത് ക്ഷേത്രത്തിലാവട്ടെ. കഴിഞ്ഞ ദിവസം സദാനന്ദ ഗൗഡ ഇവിടെ എത്ര ചടങ്ങുകളിൽ പങ്കെടുത്തു? അദ്ദേഹം മന്ത്രി പോലുള്ള BJP നേതാവല്ലേ. കണ്ണൂർ ജില്ലയിൽ എത്ര ചടങ്ങിൽ പങ്കെടുത്തു? എവിടെയെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ? രാജേഷ് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ BJP നേതാക്കന്മാർ ഇത് ക്ഷേത്ര സന്ദർശനത്തിന് വരാറുണ്ട്. അഖിലേന്ത്യ നേതാക്കൾ ഇവിടെ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. ഇവിടെ ചില സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. അവിടെ ഇവിടെയും കേരളത്തിൽ പ്രതിഷേധം ഉയർത്തിയിട്ടില്ല. അത് കേരളത്തിന്റെ പാരമ്പര്യമല്ല. വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം. ആ സംസ്കാരത്തെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു മുഖമാണ് മധ്യപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ അപമാനിച്ചത് കേരളത്തിലെ മലയാളികളെയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയോടുള്ള കടുത്ത അവഹേളനമാണിത്. ഇതിനായി വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നതും ഇത്തരം നീക്കങ്ങൾ ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികൾ അനുവദിക്കാൻ പോകുന്നില്ല. അത് തിരിച്ചറിഞ്ഞ് തിരുത്താനാണ് അവർ തയ്യാറാകേണ്ടത്. അല്ലാതെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം അപഹാസ്യമാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് VV രാജേഷ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഒരു നിമിഷം. ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നല്ലോ ഏറ്റവും ഒടുവിലായി, അതുകൂടി കേട്ടിട്ട് താങ്കളിലേക്ക് വരാം. ആയിക്കോട്ടെ. എന്നാൽ നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു കണ്ണൂരിൽ, തലശ്ശേരിയിൽ
രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സംഘടിപ്പിച്ചൊരു കാര്യമാണ്. അത് RSSൻ്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ താങ്കളിലേക്ക് വരാൻ റെജി ലൂക്കോസ് കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. റെജി ലൂക്കോസ്, ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, അദ്ദേഹം കൊച്ചിയിലെത്തി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ കൂടി താങ്കൾ കേട്ടിരുന്നു. എങ്ങനെയാണ് താങ്കൾ പൊതുവിൽ ഇതിനെ വിലയിരുത്തുന്നത്? റെജി ലൂക്കോസ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്നലെ സുരക്ഷിതമായിട്ട് നമ്മുടെ കേരളം തിരിച്ചെത്തിയതിൽ നമുക്ക് ആശംസിക്കണം. കാരണം ഭീകരവാഴ്ച നടപാടുന്ന ഒരു സ്റ്റേറ്റാണ് മധ്യപ്രദേശിലുള്ളവരും. വ്യാപം അഴിമതി പോലെയുള്ള കൊലപാതകങ്ങളുടെ പരമ്പര നടന്ന ആ സംസ്ഥാനത്ത് ഇന്നലെ നടന്നതിൽ എനിക്ക് വലിയ അത്ഭുതമില്ല. കാരണം അസഹിഷ്ണുതരായിട്ടുള്ള ഇന്ത്യയിലെ ജനാധിപത്യത്തിന് നോട്ട് നിരോധനത്തിലൂടെ വിലങ്ങ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭരണകൂടം അവരുടെ തന്നെ കക്ഷി ഭരിക്കുന്ന മധ്യപ്രദേശിൽ നമ്മുടെ പ്രിയങ്കരായ മുഖ്യമന്ത്രി ലാൻഡ് ചെയ്ത് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം മലയാളികളുടെ മൊത്തത്തിലുള്ള സംഘടനകളായിട്ട് ഭോപ്പാൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഒരു പരിപാടിക്ക് പോകുന്ന വഴിയെ വഴിമധ്യത്തിൽ പോലീസ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന് പിന്നോട്ട് യാത്ര അയച്ചതെന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഫെഡറലിസം നിൽക്കുന്ന ഒരു രാജ്യത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ് സന്ദർശിക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പരിപാടികൾ അവിടുത്തെ പോലീസിനെയും സംവിധാനങ്ങളെ അറിയിക്കുകയും അവർ പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷ ഒരുക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് നിരവധിയായ സംസ്ഥാനങ്ങളിൽ പല മുഖ്യമന്ത്രിമാരും നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അന്യദേശത്തുള്ള, അതായത് വിവിധ രാജ്യങ്ങളിലുള്ള ജനപ്രതിനിധികളും ഭരണാധികാരികളും യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു സാധാരണ നടപടി മാത്രമാണ്. അവിടെ തികച്ചും പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബഹുമാനിച്ചിരിക്കുന്നു. അതിന് ഈ BJPയുടെ വക്താക്കൾ എന്ത് ന്യായം പറഞ്ഞാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മനസ്സിൽ അത് ഒരിക്കലും ആയത്തില്ല. അത് അവഹേളനമായി പോയി, അപമാനമായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്ന് മധ്യപ്രദേശിൽ തിരിച്ചെത്തിയതിൽ മുഴുവൻ മലയാളികൾ ആശ്വാസം കൊള്ളണം. കാരണം അവരുടെ നടപടികൾ ആ രീതിയിലാണ്. ഇന്നലെ പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. അവിടെ ഇവരെന്തെങ്കിലുമുള്ള തിരിച്ചടികൾ കൊടുക്കാതിരുന്നത് മലയാളികളുടെ ഭാഗ്യമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 7 or 8 തവണ കേരളത്തിൽ യാത്ര ചെയ്തു. ഒരു കുഞ്ഞു കരിങ്കൊടി പ്രകടനം പോലും മലയാളികൾ കാഴ്ചവെച്ചില്ല. എന്താ കാരണം? മലയാളികളുടെ സംസ്കാരം, ഇന്ത്യ നമുക്ക് പകർന്നിരിക്കുന്ന ഒരു സംസ്കാരവും ഒരു സാഹോദര്യവും ഉണ്ട്. അത് രാഷ്ട്രീയത്തിനും ഭരണകൂടങ്ങളുടെ ചിന്തകൾക്കും കൂടി അതീതമാണ്. അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും മറ്റ് നേതാക്കൾ വരുമ്പോൾ കാണിക്കുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷം. അതിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കളങ്കം വന്നിരിക്കുന്നു. അതിൽ ഇന്ത്യ മുഴുവൻ ജനങ്ങളും അതിൽ പ്രതികരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തന്നെയുമല്ല, മറ്റൊരു ആശ്വാസമായ കാര്യം, നോർത്ത് ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഉത്തർപ്രദേശിലെ പോലീസിന്റെയും ഉത്തർപ്രദേശ് ഭരണകൂടത്തിന്റെയും ഈ കടുത്ത നടപടിക്കെതിരെ എന്നതൊരു വലിയ ആശ്വാസമാണ്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. വളരെ നന്ദി റെജി ലൂക്കോസ്. ഒപ്പം അഡ്വക്കേറ്റ് VV രാജേഷ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. TV രാജേഷ് MLA, താനൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാണെന്നും സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടെന്നും പിണറായി പോലീസ് ഓഫീസറോട് SP-യോട് പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങളുടെ റിസ്കിൽ ഇക്കാര്യം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി തിരികെ പോയത്. വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ എത്തി നിൽക്കുന്നുണ്ട്. മതങ്ങൾക്കും മേലെയാണ് മനുഷ്യ സ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ് സന്നിധാനത്തെ വാവരുനട ഏവർക്കും നൽകുന്നത്. 18-ാം പടിക്ക് സമീപത്തെ വാവരുനടയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യം നൽകിയാണ് അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നത്. മനുഷ്യരെല്ലാം ഒന്നാണെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ യാതൊരു വേർതിരിവും പാടില്ലെന്ന സന്ദേശവുമാണ് സന്നിധാനത്തെ വാവരുനട നൽകുന്നത്. സന്നിധാനത്ത് 18-ാം പടിക്ക് സമീപമാണ് വാവരുനടയുടെ സ്ഥാനം. ഒരു വേള ശത്രുവായിരുന്ന വാവരെ അയ്യപ്പൻ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചെന്നും നല്ല പോരാളിയായിരുന്ന വാവരെ അയ്യപ്പൻ സുഹൃത്താക്കിയെന്നുമാണ് ഐതിഹ്യം. ശബരിമലയിൽ തന്റെ സമീപത്ത് ഇരിപ്പിടവും നൽകിയാണ് അയ്യപ്പൻ വാവരെ ആദരിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദോഷവശങ്ങൾക്കും വേണ്ട ഒരു പരിഹാരമാർഗമായിട്ടുള്ള ജാതിയോ മതമോ ഭേദമില്ലാത്ത രീതിയിൽ മനുഷ്യ സമൂഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള ചിന്താഗതികളോ തീവ്രമായിട്ടുള്ള മാറ്റുള്ള ഭാഗങ്ങളോ നാം ചിന്തിക്കാതെ നാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. അയ്യപ്പ ദർശനത്തിനെത്തുന്നവർ വാവരുസ്വാമിയെയും വണങ്ങിയാണ് സാധാരണ മലയിറങ്ങാറുള്ളൂ. പൂജിച്ച അരിയും കുരുമുളകും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. അയ്യപ്പനും വാവരും വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ സന്ദേശമാണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദം വളരണം എന്നുള്ളത്.
ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ചയാവേണ്ടതും അതുതന്നെയാണ്. സന്നിധാനത്തെ വാവരുനടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.